ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു? ജോലിക്ക് പോകാൻ പറ്റാതെ നടക്കാൻ പറ്റില്ല? നടക്കാനും പറ്റില്ല. ഒന്ന് പൊക്കി കാണിച്ചേ. ഇപ്പൊ കുഴപ്പമില്ല? ഇല്ല. ഇപ്പൊ ഓക്കെ. മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു അമ്മയാണ്. 500 രൂപ മുതലാണ് നമുക്ക് ഫുൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. പേര്? ഡോക്ടർ ലക്ഷ്മി. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? ദേവകി ആയുർവേദ ഇവിടെ ഹോസ്പിറ്റൽ. എന്തിനുള്ള ചികിത്സയുള്ളത്? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെരിഗോസ് വെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കായിട്ടാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 2005 മുതലേ നമ്മുടെ ക്ലിനിക്ക് വെരിഗോസ് വെയിൻ്റെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ്. കൂടാതെ മുട്ടുവേദന, നടുവേദന, അതോടൊപ്പം വന്ധ്യതാ ചികിത്സ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് റിസൾട്ടും കിട്ടിയത് ഒത്തിരി. അതെ, നമുക്ക് ഒത്തിരി റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, ഇപ്പോൾ ഓട്ടോഇമ്യൂൺ ടൈപ്പ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പല ടൈപ്പിൽ വാതരോഗം, പല രീതിയിൽ അത് നമ്മൾ വാതരോഗങ്ങളിൽ പെടുത്തി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിൽ പെടുത്തി വരുന്ന സോറിയാസിസ് പോലുള്ള ഡിസോർഡേഴ്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡിസോർഡേഴ്സിനും നമ്മളിവിടെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് വളരെ സക്സസ്. ഇപ്പോൾ ഓട്ടോഇമ്യൂൺ നമ്മൾ റിസർച്ച് അടിസ്ഥാനത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സ്ഥലമാണ്, ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മേളിൽ ഒരുപാട് പേരുണ്ട്, നമുക്ക് ചോദിക്കാമല്ലോ എല്ലാവരോടും. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഈ കാലം നോക്കിയേ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇത് സാധാരണ നോർമൽ കാലാണ്. ശരിക്കും ഈ കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലേ? അച്ഛന്റെ പേര്? എൻ്റെ പേര് സുഗതൻ. ശരിക്കും എങ്ങനെയായിരുന്നു കാലം ഇരുന്നേച്ച ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീര് പോലെ വന്ന് വെരിക്കോസിൻ്റെ ഇത് മാറ്റം ആണെന്ന് പറഞ്ഞു. പിന്നെ പൊട്ടി വലിച്ച് രക്തമൊക്കെ വന്നിട്ട് ആകെ വ്രണം പോലെ. ജോലിക്ക് പോകാൻ പറ്റുമായിരുന്നു? ജോലിക്ക് പോകാൻ പറ്റാതെ നടക്കാൻ പറ്റില്ല? നടക്കാനും പറ്റില്ല. ആകെ ഞാൻ വിഷമിച്ച്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ ഞാൻ ഇപ്പോൾ വന്നിട്ട് 14 ദിവസമായി. 14 ദിവസം. ഒരു 2-3 ദിവസമായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇപ്പൊ കണ്ടാ പറയുമല്ലോ അത്രയും പൊട്ടിയ കാലാന്ന് പറയുമോ? കാല് കണ്ട ഒരു കുഴപ്പമില്ല. പൊട്ടി ബ്ലഡ് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതെല്ലാം ഇപ്പോൾ ഉണങ്ങി നല്ല ഇതായിരിക്കും. ഇപ്പൊ നടക്കാനൊക്കെ പറ്റും? ഇപ്പൊ നടക്കാൻ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റും, ഓടാൻ വരെ എനിക്ക് പറ്റും. ഓടാൻ വരെ പറ്റും. അപ്പൊ നല്ലൊരു ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഇവിടെ വെരിക്കോസിനൊക്കെ നല്ല ചികിത്സ ഉണ്ടല്ലേ? അതെ. ഇത് ഏത് ടൈപ്പ് ആയിരുന്നു? ഇത് വെരിക്കോസ് അൾസർ ആയിരുന്നു. പുള്ളിക്ക് ആ ഒരു മീഡിയൽ മാലിയോളസ്, നമ്മൾ ആ കാണുന്ന ആ സൈഡിൽ കറുത്ത ഒരു നല്ല കളർ കണ്ടില്ലേ, ആ ഡിസ്കളറേഷൻ, ഫസ്റ്റ് അത് സ്വെല്ലിംഗ് പോലെ വന്നു, പിന്നെ പൊട്ടി മുറിവുകളായി ഇവിടെ വരുമ്പോൾ വ്രണങ്ങളായിരുന്നു. നടക്കാൻ പറ്റില്ലല്ലേ? നടക്കാൻ ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ നമ്മളൊരു 3-4 ദിവസം ആ വ്രണത്തിന്റെ ശോധന ചികിത്സ ചെയ്തപ്പോൾ തന്നെ വ്രണം കരിഞ്ഞു തുടങ്ങി. പിന്നെ ശേഷം അറിയത്തില്ല, അത് ഷോർട്ട് പീരീഡിനകത്ത് ആ മുറിവ് ഉണങ്ങിയതിന്റെയാണ് ആ കറുത്ത പാടുകൾ കാണുന്നത്. മേളിലോട്ട് ഇനിയും കുറച്ച് വെയിൻസ് ഉണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റിനകത്ത് റെഡിയാവും. ഓക്കെ. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. പേര്? സുനിത. എവിടെന്നാ വരുന്ന? കോവളം. എന്തായിട്ടാ? ശ്വാസം മുട്ടല് തുമ്മലായിട്ട് വന്നത്. ഒരുപാട് നാളായിട്ടുള്ളതാണോ? ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷം കൊണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഇവിടെ വന്നിപ്പോ ഒരാഴ്ചയായി. ഡോക്ടർ, ഈ അലർജിക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ചില അലർജികൾ നമ്മൾ കണ്ടിന്യൂസ് മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. ചിലത് കംപ്ലീറ്റ് ക്യൂറബിൾ അല്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ആശ്വാസമാവുന്നത്. ഇവിടെ വന്ന സമയത്ത് കൈ പൊക്കാതിരുന്നൊരു ചേച്ചിയാണ്. നേരത്തെ കൈ പൊക്കത്തില്ലായിരുന്നല്ലേ? എവിടെന്നാ വരുന്ന? മെഡിക്കൽ കോളേജ്. ഒരുപാട് നാളായിട്ട് പൊങ്ങാതിരിക്കുവായിരുന്നോ? ഇല്ല, 6-7 മാസമായി. വേദനയായിരുന്നോ? ഷോൾഡർ പെയിൻ നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ റെഡിയാ? ഇപ്പൊ റെഡി. ഒന്ന് പൊക്കി കാണിച്ചേ. ഇപ്പൊ കുഴപ്പമില്ല? ഇല്ല, ഇപ്പൊ ഓക്കെ. ഡോക്ടർ, ഇതിനെല്ലാം ഇവിടെ ചികിത്സ ഉണ്ട്. ഇതൊരു ഫ്രോസൺ ഷോൾഡർ പോലൊരു കണ്ടീഷൻ വന്നിട്ട് അവർക്ക് ഒട്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാതെ വന്നു. 6-7 മാസമായിട്ട് അവർ വേറെ ട്രീറ്റ്മെന്റ് ആയിരുന്നു, മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങോട്ട് ട്രീറ്റ്മെന്റ് കുറേ ചെയ്തതാണ്. പക്ഷെ പിന്നെ ഇവിടെ വന്ന് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇപ്പം കൈ ലിഫ്റ്റ് ആയി ഇനിയും. പക്ഷെ അത് ട്രീറ്റ്മെന്റ് തീർന്നിട്ടില്ല കേട്ടോ. ഇവിടെ വരുന്ന കൂടുതലും പേരെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പോയി പരാജയപ്പെട്ടിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലേ? അതെ. ഒരു ആയുർവേദം ആൾക്കാർ ചൂസ് ചെയ്യുന്ന തന്നെ ചിലപ്പം ആ ഘട്ടം ഒരു അങ്ങേയറ്റം എത്തിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് പോലും ആൾക്കാർ തയ്യാറാവുന്നത്. അതാണ് അതിന്റെ വേറൊരു കണ്ടീഷൻ. ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ 22 വർഷം ആയി പ്രാക്ടീസ്. മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു അമ്മയാണ്. അമ്മ നമസ്കാരം. നമസ്കാരം. പേര് ശശികല. മുട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു? മുട്ട് തേയ്മാനമാണ്. നീരും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഫ്ലൂയിഡ് ഒക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ വളരെ ആശ്വാസം. അമ്മയുടെ മുഖത്ത് കാണാൻ പറ്റാ സന്തോഷം അല്ലേ? തീർച്ചയായും. മുട്ട് മാറ്റി വെക്കണ്ട, വേണ്ട. ഹാപ്പിയായി. ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് മുട്ട് മാറ്റി വെക്കല്. അതെ. നീ റീപ്ലേസ്മെന്റ് പറയുന്നവർക്ക് ധൈര്യമായിട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ റീപ്ലേസ്മെന്റ് ഇല്ലാതെ തന്നെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലും ഇപ്പൊ എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് വന്നവർ വരെ ഇതുവരെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആ പറയുമ്പോൾ ഡോക്ടറിന്റെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡോക്ടർക്ക് ഉള്ളത് കേട്ടോ. കൃത്യമായിട്ട് ആയുർവേദ മസാജൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കൃത്യ സ്ഥലത്ത് നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഇവിടെ ഒരു 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഡോക്ടർ, നമുക്ക് മസാജിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? 500 രൂപ മുതലാണ് നമുക്ക് ഫുൾ ബോഡി മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 രൂപ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ കർക്കിടകമൊക്കെയാണ് വരുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരുപാട് റേറ്റ് ആയിരിക്കും. 500 രൂപ ഫുൾ ബോഡി മസാജ് ഉണ്ട്. പിന്നെ
ഫുൾ ബോഡി മസാജ് വിത്ത് സ്റ്റീം 799 രൂപ. ഇതിൻ്റെ കൂടെ നമുക്ക് കിഴിയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1400 രൂപ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം ശിരോധാരയുണ്ട്, അതുപോലെ നമുക്ക് ഞവര കിഴിയുണ്ട്, മറ്റെന്ത് ട്രീറ്റ്മെന്റ്സ് എല്ലാവിധ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സും നമുക്കുണ്ട്. പക്ഷെ റിലയബിൾ റേറ്റ് ആയിരിക്കും. മറ്റെവിടെ വേണേലും നമുക്ക് കമ്പയർ ചെയ്ത് നമ്മൾ ധൈര്യമായിട്ട്, അതെ, എപ്പോഴും ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് 9 ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്കും വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോകാനുള്ള സൗകര്യമുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ഡോക്ടർ എന്തോ ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. നമുക്കിപ്പം ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിയുടെ ഒരു കോഴ്സ് ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ, അതായത് ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ പുറത്തൊക്കെ പോകാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കോഴ്സാണുള്ളത്. ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പുറത്തൊക്കെ നല്ല ജോലി സാധ്യതയാണ്. അത് ഈ സാധാരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന പോലെ അല്ല. ഇത് നമുക്ക് പുറത്ത് എല്ലാ രാജ്യങ്ങളിലും അഫിലിയേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 6 months കോഴ്സാണ്. 3 മാസം തിയറി, 3 മാസം പ്രാക്ടിക്കൽ. 10ാം ക്ലാസ് അതിന് മുകളിലോട്ടുള്ള +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചേക്കുന്നത്. കുറച്ച് സീറ്റേ ഉള്ളൂ അല്ലേ? കുറച്ച് സീറ്റേ ഉള്ളൂ. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ഡോക്ടറെ, നമ്മളെ ഹോസ്പിറ്റലിന്റെ പേര് ദേവകി ആയുർവേദ ഹോസ്പിറ്റൽ. എങ്ങനെ ഇവിടെ വരേണ്ടത്? ശരിക്കും ഇത് കടക്കലാണ് ഈ സ്ഥലം ഉള്ളത്. തിരുവനന്തപുരം കൊല്ലം ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇതുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിലും കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും നിലമേൽ ഇറങ്ങണം. നിലമേൽ ഇറങ്ങിയിട്ട് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. ദേവകി ആയുർവേദ ഹോസ്പിറ്റൽ.